எனக்காக இவ்வளவு தூரம் வந்ததே போதும். வேற எதுவும் எனக்கு வேண்டாம். ஒரு மனுஷன் பிரியும் பொழுது அவன் தாய் அழுதா அவன் ஒரு நல்ல மகன், அவனுடைய பிள்ளைங்க அழுதா அவன் ஒரு நல்ல தகப்பன், அவன் கூட பிறந்தவங்க அழுதா அவன் ஒரு நல்ல சகோதரன், அவன் பிரிவுக்காக ஒரு நாடே அழுதா அவன் ஒரு நல்ல தலைவன். உனக்காக இந்த நாடே அழுவுதப்பா. என் பேருக்கு சாப்பிட்டு 2 நாள் ஆகுதுயா. அந்த வானத்தை போல மனம் படைச்ச மன்னவனே, பனி துளிய போல குணம் படைச்ச தென்னவனே. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രശസ്ത തമിഴ് രാഷ്ട്രീയ നേതാവും ഇതിഹാസ നടനുമായ വിജയകാന്തിന്റെ ജീവിതയാത്രയിലെ ചില അപൂർവ നിമിഷങ്ങളെ നിങ്ങളുമായി പങ്കിടുകയാണ്. 1952 ഓഗസ്റ്റ് 25 തമിഴ്നാട്ടിലെ മധുരയിൽ ജനിച്ച വിജയകാന്ത് എന്ന വിജയരാജ് അളഗർ സ്വാമി സിനിമയോടുള്ള അതിയായ അഭിനിവേശത്തോടെയാണ് തന്റെ അഭിനയയാത്ര ആരംഭിച്ചത്. അതുല്യമായ ശൈലി, ശക്തമായ ഡയലോഗ് ഡെലിവറി, അസാധാരണമായ പ്രകടനങ്ങൾ എന്നിവയിലൂടെ അദ്ദേഹം താമസിയാതെ തമിഴ് ചലച്ചിത്ര വ്യവസായത്തിലെ ഒരു പ്രമുഖ വ്യക്തിയായി മാറി. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സിനിമാ ജീവിതത്തിൽ നൂറുകണക്കിന് തമിഴ് സിനിമകളിൽ അഭിനയിച്ചു. ഒരു നടനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വൈവിധ്യമാർന്ന കഴിവ് പല സിനിമകളിലും വ്യക്തമാണ്. വിവിധ വിഭാഗങ്ങളിലുടനീളമുള്ള കഥാപാത്രങ്ങളെ അനായാസമായി അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചതിലൂടെ അദ്ദേഹത്തിന് നിരൂപക പ്രശംസയും വലിയ ആരാധക പിന്തുണയും ലഭിച്ചു. അദ്ദേഹത്തിന്റെ അർപ്പണബോധവും കഠിനാധ്വാനവും അക്കാലത്തെ ഏറ്റവും വിജയകരമായ അഭിനേതാക്കളിൽ ഒരാളായി മാറാൻ വിജയകാന്തിന് സാധിച്ചു. ആകസ്മികമായി സിനിമയിൽ എത്തി വലിയ താരമായ ആളാണ് വിജയകാന്ത്. സിനിമയിൽ എത്തും മുൻപ് കുടുംബത്തിന്റെ ഉടമസ്ഥതയിൽ ഉള്ള അരിമിൽ നോക്കി നടത്തുകയായിരുന്നു അദ്ദേഹം. ഒരു സുഹൃത്ത് പറഞ്ഞത് അനുസരിച്ച് ചെന്നൈയിൽ സിനിമാഭിനയത്തിന് അവസരം ചോദിച്ചെത്തിയ വിജയകാന്തിന് നിരാശയായിരുന്നു ഫലം. തമിഴ് ഉച്ചാരണത്തിലെ പോരായ്മ മൂലം അവസരം ലഭിച്ചില്ല. ഈ രീതിയിൽ തമിഴ് ഉച്ചരിച്ചാൽ ആളുകൾ കൂവുമെന്നാണ് സംവിധായകർ അന്ന് പറഞ്ഞത്. പക്ഷേ വിജയകാന്ത് നിരാശനായില്ല. തമിഴ് ഉച്ചാരണം നന്നാക്കാൻ അപ്പോൾ തന്നെ ശ്രമം തുടങ്ങി. അതിൽ അദ്ദേഹം വിജയിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. 1979 പുറത്തിറങ്ങിയ എനിക്കും ഇളമൈ ആയിരുന്നു ആദ്യ ചിത്രം. അതിൽ അഭിനയിക്കുമ്പോൾ തന്നെ തമിഴ് സിനിമയിലെ ഉച്ചനീചത്വം വിജയകാന്തിന്റെ മനം മടുപ്പിച്ചു. സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നായകൻ ഒരു ഭക്ഷണം, മറ്റുള്ളവർക്ക് അവരവരുടെ പ്രാധാന്യമനുസരിച്ച് ഓരോ രീതിയിലുള്ള ഭക്ഷണം, ലൈറ്റ് ബോയ് തുടങ്ങി താഴെ തട്ടിലുള്ളവർക്ക് തീരെ വില കുറഞ്ഞ ഭക്ഷണം എന്നിങ്ങനെ ഓരോ തരം തിരിവുകൾ. ഇത് മാറ്റിയെടുക്കുമെന്ന് അദ്ദേഹം അന്ന് പ്രതിജ്ഞ ചെയ്തു. പിൽക്കാലത്ത് തന്റെ സുഹൃത്തുക്കൾ നിർമ്മിക്കുന്ന ചിത്രങ്ങളിലും സ്വയം നിർമ്മിക്കുന്ന ചിത്രങ്ങളിലും ഈ ഭക്ഷണ ഉച്ചനീചത്വം വിജയകാന്ത് ഇല്ലാതാക്കി സിനിമാ മേഖലയിൽ ഒരു പുതുവിപ്ലവം സൃഷ്ടിച്ചു. വിജയകാന്ത് തമിഴ് സിനിമയിൽ അതുല്യ നടനായി കത്തി നിൽക്കുമ്പോഴും സമൂഹത്തിനായി എന്തെങ്കിലുമൊക്കെ നല്ലതു ചെയ്യണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള കാരണമായി. 2005 ജനങ്ങളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനും തമിഴ്നാട്ടിൽ ഗുണപരമായ മാറ്റം കൊണ്ടുവരാനും ലക്ഷ്യമിട്ട് അദ്ദേഹം ദേശീയ മുർബോക്ക് ദ്രാവിഡ കഴകം പാർട്ടി സ്ഥാപിച്ചു. കേരളവുമായി വിജയകാന്തിന് ഒരു ബന്ധമുണ്ടായിരുന്നു. ജീവിതത്തിലുടനീളം അദ്ദേഹം നെഞ്ചോട് ചേർത്ത നഗരമാണ് തിരുവനന്തപുരം. അവിടെ സിനിമയെന്ന സ്വപ്നം പേറി അലഞ്ഞു നടന്ന മധുരക്കാരൻ പയ്യൻ. മധുരയിൽ നിന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്തെത്തി മടങ്ങിപ്പോയിരുന്ന ഒരു യുവാവ്. കാലം പിന്നീട് അയാളെ തിരുവനന്തപുരത്ത് ഗോൾഡ് കവറിംഗ് ആഭരണക്കടയുടമയാക്കി. അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ സ്വർണ്ണക്കട പിന്നീട് ഏറ്റെടുക്കുകയായിരുന്നു. പഴവങ്ങാടിക്കും ഓവർബ്രിഡ്ജിനും ഇടയിലുള്ള ഭാഗത്തായിരുന്നു ജ്യോതി ജ്വല്ലറി മാർട്ട് എന്ന ആ സ്വർണ്ണക്കട. യുവാവായപ്പോൾ സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവുമായി വിജയകാന്ത് തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് അലഞ്ഞു. എന്നാൽ കറുത്തുതടിച്ച തമിഴൻ മലയാള സിനിമയിൽ ആരും അവസരം നൽകിയില്ല. 1981 റിലീസ് ചെയ്ത സട്ടം ഒരു ഇരട്ടറൈ ആയിരുന്നു സിനിമാ ജീവിതത്തിലെ വഴിത്തിരിവ്. ആ ചിത്രം ഹിറ്റായതോടെ വിജയകാന്ത് രക്ഷപ്പെട്ടു. പിന്നെ പതിറ്റാണ്ടുകൾ ചലച്ചിത്രരംഗത്ത് മുൻനിരയിൽ. ചിത്രത്തിനു വേണ്ടി എന്തു ത്യാഗം സഹിക്കാനും എന്തു സാഹസങ്ങൾ കാട്ടാനും വിജയകാന്തിന് മടിയില്ല. കറുപ്പുനിലയിലെ ഹെലികോപ്റ്റർ ഫൈറ്റ് സീൻ ഒരു ഉദാഹരണം മാത്രം. ജീവൻ പണയം വച്ചാണ് ആ രംഗം ചിത്രീകരിച്ചത്. വിജയകാന്തിന് അപകടം പറ്റുമെന്ന് ചിത്രീകരണം കണ്ടുനിന്നവർ ഭയന്നെങ്കിലും പരിക്കേൽക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടു.
ഉളവത്തുറൈ എന്ന ചിത്രത്തിൽ ജലത്തിനടിയിൽ കിടന്നുള്ള രംഗങ്ങൾ ചിത്രീകരിക്കാൻ വിജയകാന്ത് 36 മണിക്കൂറാണ് ചെലവിട്ടത്. സേതുപതി IBS സിനിമയിൽ ക്ലോക്ക് ടവറിൽ കയറിയുള്ള സാഹസിക രംഗം മറ്റൊരു ഉദാഹരണം. താൻ രൂപീകരിച്ച DMDK പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി സദാസമയവും തിരക്കായിരുന്നു വിജയകാന്തിന്. അതിനിടയിൽ ഇല്ലാത്ത സമയം ഉണ്ടാക്കി അഭിനയിക്കാനും തീരുമാനിച്ചു. പക്ഷേ 2010 റിലീസ് ചെയ്ത വിരുദഗിരി എന്ന ചിത്രത്തിലൂടെ സിനിമാ ജീവിതം പൂർണ്ണമായും അവസാനിപ്പിച്ചു. ഈ സിനിമ സംവിധാനം ചെയ്തതും വിജയകാന്ത് ആയിരുന്നു. 2015 മകൻ അഭിനയിച്ച സകപ്തം എന്ന സിനിമയിൽ അതിഥി വേഷത്തിൽ മാത്രമാണ് ഈ കാലയളവിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ചലച്ചിത്ര അവാർഡുകളും ഫിലിംഫെയർ അവാർഡുകളും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ വിജയകാന്തിന്റെ കഴിവും സിനിമയ്ക്ക് നൽകിയ സംഭാവനകളും അംഗീകരിക്കപ്പെട്ടു. ക്യാപ്റ്റൻ പ്രഭാകരൻ, രമണ, പെരിയണ്ണ തുടങ്ങിയ ചിത്രങ്ങളിലെ അവിസ്മരണീയമായ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു. നടനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ എടുത്തു പറയേണ്ടതാണ്. മധുരക്കാരനും തിരുവനന്തപുരംകാരനുമായി കഴിഞ്ഞിരുന്ന വിജയകാന്ത് പിന്നീട് ചെന്നൈവാസിയായി രാഷ്ട്രീയത്തിലിറങ്ങി. തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവായി. താരസംഘടനയായ നടികർ സംഘത്തിന്റെ പ്രസിഡന്റായി. തിരുവനന്തപുരത്ത് അലഞ്ഞു നടന്ന മധുരക്കാരന്റെ നൈർമല്യവും സ്ഥിരോത്സാഹവും ഒപ്പമുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും അയാൾ കൈമോശം വരുത്തിയില്ല. 1990 ജനുവരി 31 പ്രേമലതയെ വിവാഹം കഴിച്ച അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ടായി. 71 വയസ്സിൽ മടങ്ങുമ്പോൾ ബാക്കി വയ്ക്കുന്നതും ജീവസുറ്റ ആ ഓർമ്മകൾ തന്നെയാണ്. ആ മഹാപ്രതിഭയുടെ ഓർമ്മകൾക്ക് മുൻപിൽ നമസ്കരിച്ചുകൊണ്ട് വിജയകാന്തിന്റെ അസാധാരണമായ ജീവിതത്തിലൂടെയുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സിനിമയിലെ എളിയ തുടക്കം മുതൽ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിലുള്ള തകർപ്പൻ വേഷം വരെ വിജയകാന്തിന്റെ കഥ നിശ്ചയദാർഢ്യത്തിന്റെയും ശക്തിയുടെയും മാറ്റം സൃഷ്ടിക്കാനുള്ള കഴിവിന്റെയും തെളിവാണ്. ശ്രദ്ധേയരായ വ്യക്തികളുടെ കൂടുതൽ ആകർഷകമായ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.